നമസ്കാരം. കേരളത്തിന്റെ പൊതുനിരത്തുകളിൽ വാഹനം കൂടി വരികയാണ്. നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും നശിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് പെരുന്നാൾ ദിവസം രാവിലെ കാറും എടുത്തുകൊണ്ട് ബന്ധു വീട്ടിൽ പോയതാണ്. ഭാര്യയും കുട്ടികളുമൊക്കെ കാറിലുണ്ട്. അവിടെ നിന്ന് തിരികെ വരുന്ന വഴി മറ്റൊരു ദമ്പതികൾ, അരിക്കോടുള്ള ദമ്പതികൾ വരുന്ന റോഡിൽ ഭാര്യയാണ് കാർ ഓടിക്കുന്നത്. അത്ര എക്സ്പീരിയൻസ് ഇല്ല. കൊണ്ടുവച്ച് ചാമ്പി എന്ന് പറഞ്ഞാൽ ഒരു വളവിൽ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടി എൻ്റെ കാറിൻ്റെ വലതുവശത്തെ ബേക്ക് ഡോർ തീരുമാനമായി. ഇനിയിപ്പോൾ അത് ശരിയാക്കണം. അത് ശരിയാക്കാതെ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. വണ്ടിയിൽ ഡാഷ് ക്യാം ഉണ്ട്. അവിടെ കുറച്ചു നേരം ബ്ലോക്കായി. ആൾക്കാർ ഇറങ്ങി വന്നു. പിന്നെ അതിന് ഡ്രൈവർ ഇറങ്ങി വന്നു. ഡ്രൈവർ ഹസ്ബൻഡാണ് ഇറങ്ങി വന്നത്. വണ്ടി ഓടിച്ച ആൾ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ലേഡിയാണ് ഓടിച്ചിരുന്നത്. അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്ന് മനസ്സിലായി. ലൈസൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കലഹത്തിന് നമ്മൾ നിന്നില്ല. കലഹത്തിന് നിൽക്കാതെ തന്നെ അത് രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ വിശദാംശങ്ങളും ഡാഷ് ക്യാം വീഡിയോയുമായി നമുക്ക് പിന്നീട് വരാം. ഞാൻ ഡാഷ് ക്യാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം കണ്ടിട്ടുണ്ടാകണം, തർക്കിച്ചില്ല. ഞാൻ ഡാഷ് ക്യാമിന്റെയും അപകടത്തിന്റെയും തർക്കത്തിന്റെയും കാര്യമല്ല പറയുന്നത്. എൻ്റെ വാഹനം ഒരു കാറായിരുന്നു. ആ കാറിലേക്ക് മറ്റൊരു കാറാണ് കൊണ്ടുവച്ചിടിച്ചത്. വീതി കുറഞ്ഞ സ്ഥാനത്ത് ലെഫ്റ്റിലേക്ക് ഒരു കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് വാഹനം വരുന്നത് സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് ബ്രേക്ക് ചെയ്ത് വേഗത കുറച്ച് പോകേണ്ടത് ഏതൊരു ഡ്രൈവറുടെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ നിയന്ത്രണം പോയി എൻ്റെ വാഹനത്തിൽ ഒന്ന് ഇടിക്കാനുണ്ടായി. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വീണ്ടും വരുന്ന വഴി ഒരു പാലത്തിൽ വീണ്ടും ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. അവിടെ വട്ടം കൂടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നോക്കുന്നു. ഒരാളുടെ കാലിൽ നിന്ന് മുറിവ് വരുന്നുണ്ട്. ഒരു കാർ അവിടെ കിടക്കുന്നുണ്ട്. അത് ഒരു അപകടമാണ് എന്ന് മനസ്സിലായി നടന്നു. അതും കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതേ ഇരിക്കുന്ന സമയത്ത് അടുത്ത വാർത്ത കാണുന്നു. ഒരു KSRTC ബസ്സിൽ ഒരു ഡ്രൈവറുടെ വിക്രസ്. അതായത് ഇവിടെ നമ്മുടെ പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് അപകടമുണ്ടാകാതെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇന്ന് എൻ്റെ കാര്യത്തിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോയ എൻ്റെ കാറിലേക്കാണ് മറ്റൊരു കാർ വന്നിടിച്ചത്. ബേക്കിലെ ഡോറിന്റെ കാര്യം തീരുമാനമായെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് പണം നമ്മൾ വേറെ ഉണ്ടാക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവരുമായി തല്ലുകൂടി ഉണ്ടാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിന് വലിയ താല്പര്യം നമുക്കില്ല. എല്ലാവരും പക്ഷെ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പൊതുനിരത്തിൽ ധാരാളം തല്ലുണ്ടാകാറുണ്ട്, പിടിയുണ്ടാകാറുണ്ട്, വലിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്, കേസ് ഉണ്ടാകാറുണ്ട്, വഴക്കുണ്ടാകാറുണ്ട്. ഈ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും. അതൊക്കെ ആരും മൈൻഡ് ചെയ്യാറില്ല. കാരണം അത്തരത്തിൽ ഇൻഷുറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സർവീസ് ഹിസ്റ്ററി കയറും എന്നതുകൊണ്ട് ആണ് ഈ തമ്മിലടിക്കുന്നത്. മിക്കവാറും ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ സാധാരണക്കാരാവുമ്പോൾ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുർ മാത്രമേ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് മറ്റുള്ളവർ വരുത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസിലാണ് നമ്മുടെ വണ്ടി ശരിയാക്കേണ്ടത്. പലർക്കും അതറിയില്ല. നമ്മുടെ വാഹനത്തിലേക്ക് ഒരു വാഹനം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വന്നിടിച്ച് നമ്മുടെ വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് അവരുടെ ഇൻഷുറൻസിലാണ് നമ്മുടെ വാഹനം ശരിയാക്കേണ്ടത്. പലരും നമ്മുടെ ഇൻഷുറൻസ് തന്നെയാണ് ശരിയാകുന്നത്. അതിനുള്ള പണം അടയ്ക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതൊരു വല്ലാത്ത അവസ്ഥ. അറിയില്ല. ഇന്നത്തെ കാര്യവും ഞാനത് പറയുമ്പോഴാണ് അതിന്റെ വാഹന ഉടമസ്ഥന്റെ കാര്യം മനസ്സിലായത്. ഇത് നിങ്ങൾ ഇൻഷുറൻസിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി നിർത്തിത്തരാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്, നിങ്ങളിൽ നിന്ന് പണം വാങ്ങാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെയാണത് പോയത്. എന്തായാലും ഡാഷ് ക്യാമിൽ അതിന്റെ വീഡിയോസ് കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. പക്ഷേ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളെ പ്രദർശിപ്പിക്കും. ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് 4 പേര് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ കാണേണ്ടതാണ്. തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവറായ ഷാജി വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ നോക്കി കളിക്കുന്നത് നമുക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അതായത് അദ്ദേഹം മൊബൈലിലാണ് കൂടുതൽ സമയം നോക്കുന്നത്. ഒരു ബ്ലൂടൂത്തിൽ സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു പോയപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുപോയ പോലീസാണ്. പക്ഷെ അത്തരത്തിലുള്ള പോലീസുകാർ ആരും തന്നെ, അല്ലെങ്കിൽ അത്രത്തോളം നിയമത്തോട് കൂറുള്ള പോലീസുകാർ ആരും തന്നെ ഈ ദൃശ്യം കാണില്ല. പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, അദ്ദേഹവും ഇത് കാണാൻ സാധ്യതയില്ല. തെറ്റ് ചെയ്യുന്ന സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വീഡിയോയിലോ ഒതുക്കാനാണ് സാധാരണ ശ്രമിക്കാറ്. ബാക്കി തള്ളലിനൊന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷെ നടപടി ശക്തമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ആൾക്കാരുടെ ജീവൻ വെച്ച് പന്താടിക്കൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്
അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരാളെ ഇനി വെച്ച് പൊറപ്പിക്കേണ്ട, അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കിയേക്കാം, ഇനി സർവീസിൽ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ ജീവനെ വെച്ച് പന്താടിക്കൊണ്ട് ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കി കളിച്ചിങ്ങനെ നടക്കുമ്പോൾ അത് ഈ വാഹനത്തിലുള്ളവർ മാത്രമല്ല, വരുന്ന മറ്റു വാഹനങ്ങൾ, എതിരെ വരുന്ന മറ്റു വാഹനങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് വലിയ അപകടമാണ്. നമുക്കറിയാം, KSRTC ബസ് ഇടിച്ചു കഴിഞ്ഞാലോ വണ്ടി തട്ടിക്കഴിഞ്ഞാലോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ ഒരു പിണ്ണാക്കും കിട്ടാൻ പോണില്ല. ഇൻഷുർ ഇല്ലാത്ത വണ്ടികൾ, റോഡിൽ ഇറങ്ങാൻ യോഗ്യതയില്ലാത്ത വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ, കട്ടപ്പുറത്ത് കയറുന്ന വണ്ടികളൊക്കെ ഇറങ്ങി ഓടിക്കാറുണ്ട്. യാതൊരു നിയമവും ബാധകമല്ല അവർക്ക്. ഇവിടെ ടാക്സ് വേണ്ട, ഇൻഷുർ ഉണ്ടോ, ഒരു തേങ്ങാ പിണ്ണാക്കം വേണ്ട. ഇതാണ് അവരുടെ ഒരു അവസ്ഥ. അപ്പൊ പിന്നെ ആരെങ്കിലും മറിച്ചിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ KSRTCയോട് കേസ് പറഞ്ഞ് അവസാനം ഒരുപക്ഷെ വളരെ അപൂർവം കേസുകളിൽ ആ വാഹനം ജപ്തി ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട്. വാഹനം ജപ്തി ചെയ്ത് എന്ത് ചെയ്യാനാ, അതവിടെ കിടക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ ഇതിൽ അപകടം പറ്റിയവർക്കോ അല്ലെങ്കിൽ അതിൽ ദുരന്തം അനുഭവിച്ചവർക്കോ യാതൊന്നും കിട്ടാൻ പോകുന്നില്ല. അതൊരു വലിയൊരു വിഷയമാണ്. അത്തരത്തിലുള്ളൊരു വിഷയം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. മനസ്സിലാക്കണേ. അപ്പോൾ ശരിക്കും ഇവിടെ KB ഗണേഷ്കുമാർ ഈ വകുപ്പിന്റെ മേധാവിയാണ് എന്നുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും അദ്ദേഹത്തിന് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഷാജിയെ വേഗം സർവീസിൽ നിന്ന് പുറത്താക്കിയേക്കുക. തെളിവാണ് കാണുന്നത്. AI വീഡിയോ ഒന്നും അല്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. Different angles. Don't forget to subscribe and support this channel.